ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിളായിട്ട് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് ജാറിലേക്ക് ഇടാം. 1/4 കപ്പ് റവ, 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് അവല്, വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ജാർ കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് ചട്നി അരച്ചതിന് ശേഷം നമുക്ക് ദോശ റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 4 ചുവന്നുമുളക് വറുത്തെടുക്കാം. 6-7 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ചേർക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരക്കാം. വറുത്തെടുത്ത മുളകും വേപ്പിലയും വെളുത്തുള്ളിയും ജാറിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം പുളി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരും. പാനിലേക്ക് 1 ടേബിൾ സ്പൂണിൽ കുറവ് എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക്, 15 ചെറിയ ഉള്ളി എടുത്ത് നീളനെ മുറിച്ചേക്കുന്നതാണ്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഉള്ളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ചമ്മന്തി റെഡിയായി. ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ദോശ റെഡിയാക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചട്നി അരച്ചില്ലേ, അത് അരയ്ക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തോളൂ കേട്ടോ. ഉപ്പിടുന്നത് മിസ്സായിപ്പോയിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഈ ദോശയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത കാരണം ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, കുറച്ച് വേപ്പില, നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് മുൾഭാഗം ഒന്ന് വേവട്ടെ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം വേവിച്ചെടുക്കാം. അപ്പോൾ 1 ദോശ റെഡി ആയിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റി എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.